കരയുന്ന മാതാവിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പിന്നിലെ അത്ഭുതപ്പെടുത്തുന്ന കഥയറിയുമോ? ഈ കഥയ്ക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ഏകദേശം 300 വർഷം പഴക്കം ചെന്നൊരു കഥയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂനിവാസികൾ ഒന്നടങ്കം കരഞ്ഞ് കുട്ടികളെയും എടുത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജീവനം കൊണ്ട് ഓടിയ ഒരു കാലഘട്ടം. അങ്ങനെയൊന്നുണ്ടായിരുന്നു ലാൻസറോട്ടിക്ക്. ഇവിടെയാണ് ലാൻസറോട്ടിയുടെ കഥ തുടങ്ങുന്നത്. അങ്ങനെയൊന്നും ആരും അറിയാതിരുന്ന ലാൻസറോട്ടിയെ പുറംലോകം അറിഞ്ഞു തുടങ്ങിയ ആ ഒരു കഥ 17-ാം നൂറ്റാണ്ടിൽ തിമഫയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ആരംഭിച്ച ആ ഒരു സമയം. 1735 ടിനാജോ പട്ടണത്തിന് ഭീഷണിയായി ഒരു അഗ്നിപർവ്വത ലാവ പ്രളയം ഉണ്ടായി. അപ്പോൾ ഈ പള്ളിയിലെ ഇടവക അംഗങ്ങൾ കൊണ്ടുവന്ന ഒരു കുരിശ് ജനതകൾ ഒന്നാകെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അഗ്നിപർവ്വത പ്രളയത്തിന് മുൻപാകെ സ്ഥാപിച്ചു. ജനതകളുടെ ഒന്നായുള്ള പ്രാർത്ഥനയുടെ ഫലമെന്നോണം ഈ ഒരു കുരിശിന്റെ തൊട്ട് മുൻപ് വരെ പ്രളയം വന്നു നിന്നു. അതാണ് ഐതിഹ്യം. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു ദൈവം. ഈയൊരു അത്ഭുതത്തിന്റെ ഓർമ്മപ്പെടുത്തലെന്നോണം ഇടവക അംഗങ്ങൾ ഈയൊരു പള്ളി പുതുക്കി നിർമ്മിച്ചു. അതും അഗ്നിപർവ്വത ലാവ കല്ലുകൾ കൊണ്ട്. പള്ളിയുടെ ഭിത്തി, ഫ്ലോറ്, തൂണുകൾ, മാമോദീസ കല്ലടക്കം ഡിസൈൻ വർക്ക് എല്ലാം തന്നെ അഗ്നിപർവ്വത സ്റ്റോണുകൾ കൊണ്ട് മാത്രം. ആ ദൈവത്തിന് വലിയ സൈന്യം ഉണ്ടായിരുന്നു. സ്തുതി പാടാൻ ഒരു മാലാഖ കൂട്ടവും ഉണ്ടായിരുന്നു. 1824, 1965, 2024 എന്നീ വർഷങ്ങളിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈയൊരു കരയുന്ന മാതാവിന്റെ രൂപം പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 15 ഈയൊരു അത്ഭുതത്തിന്റെ സ്മരണയ്ക്കായി ലക്ഷക്കണക്കിന് ആളുകൾ മാതാവിനെ കാണാനായി ഈയൊരു പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. അന്നൊരിക്കൽ കരഞ്ഞവരാരും പിന്നീട് അങ്ങോട്ട് കരയേണ്ടി വന്നില്ല. കാരണം ആ ഒരു അഗ്നിപർവ്വത പ്രളയം കൊണ്ട് ഒരാളുടെയും മനസ്സുകളെ തളർത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ടുള്ള ലാൻസറോട്ടിയുടെ വളർച്ച എന്നത് അത് കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അത്രമാത്രം വ്യത്യാസം വന്നു ആ ഒരു ഐലൻഡിന്. ഈ ഒരു പ്രളയം അവരുടെ പുനർജന്മം ആയി മാറി. ലാവ കല്ലുകൾ കൊണ്ട് വീടുകൾ പണിതുയർത്തി. റിസോർട്ടുകൾ, റോഡുകൾ, ഹോസ്പിറ്റലുകൾ, വിമാനത്താവളം, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി ഒരു ഹൈടെക് ഐലൻഡായി ലാൻസറോട്ടി മാറി. അഗ്നിപർവ്വത ലാവയെ വിറ്റ് കാശുണ്ടാക്കാൻ അവർ പഠിച്ചു. അഗ്നിപർവ്വത ലാവ എന്നത് ഇന്നവർക്കൊരു ഭയമേ അല്ല. ഇന്നതൊരു വരുമാന മാർഗം മാത്രമാണ് അവർക്ക്.